എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏജന്റ്, ഡൊമിനിക്, ബാന്ദ്ര, ബ്രൊമാൻസ് തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTT വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഏജന്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി തെലുങ്കിൽ അഭിനയിച്ച സിനിമയായിരുന്നു ഏജന്റ്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഏജന്റ് സിനിമയുടെ OTT വന്നിരിക്കുകയാണ്. ഇന്ന് സോണി ലീവിലാണ് ഏജന്റ് സിനിമ റിലീസായിരിക്കുന്നത്. ഏജന്റ് സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് പൊന്മാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബേസിൽ, സജിൻ ഗോപു, ലിജോ മോൾ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ പൊന്മാൻ സിനിമയുടെ OTT വന്നിരിക്കുകയാണ്. ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് പൊന്മാൻ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് പെരുമാനി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ലുക്മാൻ, സണ്ണി വെയിൻ, വിനയ് ഫോർട്ട് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ പെരുമാനി സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. പെരുമാനി സിനിമ മാർച്ച് മാസം ലാസ്റ്റ് വീക്കിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര നേടിയിട്ടുണ്ടായിരുന്നത്. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. മമിത ബൈജു, വിനയ് ഫോർട്ട്, ജാഫർ ഇടുക്കി തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാമചന്ദ്ര ഒരു ആക്ഷൻ കോമഡി മൂവിയാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം രാമചന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം 28-ന് രാമചന്ദ്ര OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ആസാദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഈ ആസാദ് എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഞാൻ കണ്ടത സാറ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രജിത്താണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. മാർച്ച് മാസം 20-ന് ശേഷം മനോരമ മാക്സിൽ സിനിമ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് 2K ലവ് സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ 2K ലവ് സ്റ്റോറി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ ഇന്ന് റിലീസായിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് റിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ ഈ തമിഴ് സിനിമ ഇന്ന് സിംപ്ലി സൗത്ത് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ഡൊമിനിക് സ്വന്തമാക്കിയത്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗോകുൽ സുരേഷ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ഇപ്പോഴിതാ ഡൊമിനിക് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഈ വീക്കിൽ തന്നെ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഇന്ന് രാത്രി ഡൊമിനിക് റിലീസാകാൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേരെ കാത്തിരിക്കുന്ന സിനിമയാണ് തങ്കമണി. സിനിമയ്ക്ക് നെഗറ്റീവ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ലൊരു സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ദിലീപ്, നിതാപിള്ളയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം തങ്കമണി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. പക്ഷേ മാർച്ച് മാസം തന്നെ തങ്കമണി റിലീസാക്കിയേക്കുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് DNA. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ സൈനാപ്പിളെ DNA എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഈ വീക്കിൽ തന്നെ DNA എന്ന സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല ഹൈപ്പോട് കൂടിയാണ് ബാന്ദ്ര വന്നിട്ടുണ്ടായിരുന്നത്. തമനയാണ് സിനിമയിലെ നായിക. അതുപോലെ ദിലീപാണ് നായകൻ. പക്ഷേ ബാന്ദ്ര സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. മോശം അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ദിലീപ് ഒരു ഗാങ്സ്റ്റർ ആയിട്ടാണ് ബാന്ദ്രയിൽ വന്നിട്ടുള്ളത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ബാന്ദ്ര സിനിമ ഉടനെ തന്നെ ആമസോണിൽ റിലീസായേക്കും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ബ്രൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബ്രൊമാൻസ് സ്വന്തമാക്കിയത്. ഇപ്പോൾ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രണയദിനത്തിലാണ് ബ്രൊമാൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അർജുൻ അശോകൻ, മഹിമ, മാത്യു തോമസ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. മുഴുവനായിട്ടും ഒരു കോമഡി മൂവിയാണ് ബ്രൊമാൻസ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ബ്രൊമാൻസ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. എങ്കിലും മാർച്ച് മാസം തന്നെ ബ്രൊമാൻസ്
OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ബ്രൊമാൻസ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വീക്കിൽ തന്നെ ഇനി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.